ഫോർമൽ പി വി ആറിലെ കോണ്ടന്റ് മിസ്മാനേജ്മെന്റ് ആയിരുന്നു ഈ ദേ ദേ പ്യാർ ദേ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ കോർപ്പറേഷൻ ഫിലിമാണ്, പക്ഷേ ഇവർ ഇത് ചാർട്ട് ചെയ്തിരിക്കുന്നത് സ്ക്രീൻ വണ്ണിലാണ്. ഈ സ്ക്രീൻ വൺ എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് സ്ക്രീനാണ്. സോ മുകളിലും താഴെയും ബ്ലാക്ക് ബാർസ് ഉണ്ടായിരുന്നു. ദേ ദേ പ്യാർ ദേ ഫസ്റ്റ് പാർട്ട് ആക്ച്വലി രസമുള്ളൊരു പടമായിരുന്നു. അതിൽ ഭാര്യയോടുള്ള പ്രണയമാണോ അല്ലെങ്കിൽ കാമുകിയോടുള്ള പ്രണയമാണോ എന്നുള്ളൊരു ചോദ്യചിഹ്നം അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്തുള്ള അജയ് ദേവ്ഗണിന്റെ ആണെങ്കിലും തബൂടെ ആണെന്നുണ്ടെങ്കിലും രഘുൽ പ്രീത് സിംഗിന്റെ ആണെങ്കിലും ആ ഒരു കോമിക് എലമെന്റ്സ് സംഭവങ്ങളെല്ലാം ഗംഭീരമായിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് പാർട്ട് ഒരു രസമുള്ളൊരു പടമായതുകൊണ്ട് സെക്കൻഡ് പാർട്ടിലേക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ പടത്തിൽ റീക്യാപ്പ് നൽകുന്നുണ്ട്. എനിക്കതൊരു ഒരുപാട് സെക്കൻഡ് പാർട്ട് സിനിമകൾ വന്നിട്ടുണ്ട്, പക്ഷെ ഫസ്റ്റ് പാർട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പടം മേ ബി ഇതായിരിക്കും തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് ജാവേദ് ജാഫ്രിയുടെ ക്യാരക്ടർ ഫസ്റ്റ് ഹാഫിൽ നടന്നതെല്ലാം നമുക്കൊരു റീക്യാപ്പ് പോലെ പറഞ്ഞു തന്ന് പിന്നീടാണ് സെക്കൻഡ് പാർട്ട് തുടങ്ങുന്നത്. അപ്പോൾ അത് തുടങ്ങുമ്പോൾ ഒരു ഗുണം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ അജയ് ദേവ്ഗണിന്റെ ക്യാരക്ടർ നുണ പറയുന്ന ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പുള്ളിക്കാരൻ പറയുന്ന ഒരു നുണ, ആ നുണയുടെ പുറമേ നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് പാർട്ടിന്റെ ആ ഒരു കോമിക് സംഭവങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ക്യാരക്ടർ സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോഴേക്കും ഞാൻ നുണ പറയില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് അജയ് ദേവ്ഗണിന്റെ ക്യാരക്ടർ. അപ്പോൾ ആ ഒരു തീരുമാനമാണ് ഈ സിനിമയുടെ ശരിക്കുള്ള ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ലവേഴ്സ് രഘുൽ പ്രീത് സിംഗും അജയ് ദേവ്ഗണും. അപ്പോൾ ലവേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കല്യാണത്തിന് അജയ് ദേവ്ഗണിന്റെ വീട്ടിൽ ഓക്കെയാണ്, കാരണം മഞ്ജുയുടെ ക്യാരക്ടർ തബൂർ ക്യാരക്ടറിനെയും പിന്നെ കുട്ടികളെയൊക്കെ കൺവിൻസിങ് ആണ്. പക്ഷേ രഘുൽ പ്രീത് സിംഗിന്റെ വീട്ടിൽ ഈ സംഭവം അറിയിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രണയം എന്ന് പറയുമ്പോൾ വീട്ടുകാരുടെ ആ ഒരു അംഗീകാരം അത് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ അജയ് ദേവ്ഗണിന്റെ ക്യാരക്ടർ അത് നുണ പറയില്ല. ആ നുണ പറയില്ല എന്നുള്ള കാര്യത്തിൽ പുള്ളി കട്ടാൻഡ്രൈഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ രഘുൽ പ്രീത് സിംഗിനോട് പറയുന്നുണ്ട് യാതൊരു കാരണവശാലും നുണ പറയില്ല എന്നുള്ളത്. അപ്പോൾ രഘുൽ പ്രീത് സിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരൻ്റെ അജയ് ദേവ്ഗണിന്റെ യഥാർത്ഥ പ്രായം പറയാൻ പറ്റില്ല, യഥാർത്ഥ പ്രായം വീട്ടുകാരുടെ മുമ്പിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, എന്നോട് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ എന്നുള്ളത് പുള്ളി കട്ടാൻഡ്രൈഡായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രായം ഒരു കാരണവശാലും പറയില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുകയാണ് രഘുൽ പ്രീത് സിംഗ്. രഘുൽ പ്രീത് സിംഗിന്റെ പാരന്റ്സ് ആയിട്ട് അഭിനയിക്കുന്നത് മാധവനും ഗൗതമി കപൂറുമാണ്. വളരെ മോഡേൺ ആയിട്ടുള്ള ഫ്രീഡം ഒക്കെ കൊടുക്കുന്നുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയാണെന്ന് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിലേക്കാണ് അജയ് ദേവ്ഗണിന്റെ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ ഇവർക്ക് നല്ല ഏജ് ഉണ്ടെന്ന് മനസ്സിലാവും, പക്ഷേ ഡയറക്റ്റ്ലി എത്രയാണ് ഏജ് എന്ന് ചോദിക്കാൻ പറ്റില്ല. രഘുൽ പ്രീത് സിംഗ് ആണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് ചോദിച്ചാൽ മാത്രമേ അജയ് ദേവ്ഗണിന്റെ ക്യാരക്ടർ ഉത്തരവും പറയുള്ളൂ. അപ്പോൾ അവർ ഈ വയസ്സറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവങ്ങളിലൂടെയാണ് ആദ്യത്തെ ഒരു 20 മിനിറ്റോളൊക്കെ പോകുന്നത്. പക്ഷേ ആ ഒരു ട്രാക്ക് ആദ്യത്തെ 20 മിനിറ്റോളൊക്കെ തീരും. പിന്നെ ഈ ഏജും കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ അജയ് ദേവ്ഗണിന്റെ ഒരു ക്യാരക്ടറിനെ തെറ്റിദ്ധരിക്കുന്ന മാധവന്റെ ക്യാരക്ടർ എന്ന രീതിയിലാണ് പിന്നെയുള്ള മൊത്തം പടവും പോകുന്നത്. അപ്പോൾ തൻ്റെ മകളെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കണം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു അച്ഛൻ, അതിൻ്റെ അപ്പുറത്തൊരു ലവേഴ്സ്. അപ്പം അതിനിടയിൽ അച്ഛൻ പ്ലാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളും ആ പ്ലാനിങ്ങിൽ അച്ഛൻ വിജയിച്ചു അല്ലെങ്കിൽ മകൾ വിജയിച്ചു, അല്ലാതെ അതല്ല മരുമകൻ, അതായത് നമ്മുടെ ഹീറോ വിജയിച്ചു എന്നുള്ളതൊക്കെയാണ് ബാക്കി കഥ. അപ്പോൾ ഇതിൽ ഈ ആക്ടിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അജയ് ദേവ്ഗൺ ഇതിൻ്റെ ഫസ്റ്റ് ആക്ടിലും സെക്കൻഡ് ആക്ടിലൊക്കെ ഒരു സബ്റ്റിൽ രീതിയിലൊക്കെ തന്നെ പോയാൽ മതി. പുള്ളിയുടെ ഫൈനൽ ആക്ടിലാണ് പുള്ളി ആ ഒരു കോമഡി ഫിലിം എന്നുള്ള രീതിയിലായിട്ടുള്ള ആ രീതിയിലേക്കുള്ള ആക്ടിങ്ങിലേക്ക് വരുന്നത്. ഈ സിനിമയുടെ യഥാർത്ഥ ആ ഒരു ഷോ സ്റ്റീലർ എന്നൊക്കെ പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാധവനാണ്. മാധവൻ ഒരു അച്ഛൻ റോള് ചെയ്യുന്നു, അതായത് നായികയുടെ അച്ഛൻ റോള് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് കണ്ടിട്ടുള്ള സോ ഹാൻസം, മാധവന് വയസ്സായി എന്നുള്ളത് ആ ഒരു റിയലൈസേഷൻ നമുക്കും വയസ്സായി എന്നുള്ളത് കുറച്ച് ഹേർട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. സ്റ്റിൽ ആ ഒരു ബിയേഡ് ലുക്ക് ആണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ആ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ബിയേഡൊക്കെ വെച്ചിട്ടുള്ള ആ ലുക്ക്, പുള്ളിയുടെ പെർഫോമൻസ് വെച്ച് പുള്ളി എന്നും അടിപൊളിയാണ്. അതിന് ഇവിടെയും ഒരു മാറ്റമില്ല. ഗംഭീര പെർഫോമൻസ് ആണ് ഈ പടത്തിലുള്ളത്. ഇതിൽ സ്വന്തം മകളായിട്ട് രഘുൽ പ്രീത് സിംഗ് ആയിട്ട് നടുറോട്ടിൽ വെച്ചിട്ട് ഒരു ആർഗ്യൂ ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഈ സീക്വൻസിൽ ശരിക്കും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മാധവന്റെ ആക്ടിങ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഘുൽ പ്രീത് സിംഗിന്റെ ക്യാരക്ടർ സ്വന്തം മകളാണ്. കാരണം അത്രയ്ക്ക് കൺവിൻസിങ് ആയിട്ടാണ് പുള്ളിയുടെ ആ ക്യാരക്ടർ ആ നേരത്ത് അവിടെ പെരുമാറുന്നത്. അപ്പോൾ ആ സമയത്ത് രഘുൽ പ്രീത് സിംഗിന്റെ ആക്ടിങ്ങും ഗംഭീരമായിരുന്നു, ഒന്നും പറയാനില്ല. പിന്നെയുള്ള മാധവന്റെ ഭാര്യയായി, അതായത് നായികയുടെ അമ്മയായിട്ടുള്ള ഗൗതമി കപൂറിന്റെ പെർഫോമൻസ് വാസ് സോ കൺവിൻസിങ്. കാരണം ഇതിനകത്തുള്ള മാധവന്റെ കൂടെ ഉള്ളതാണെന്നല്ല, ഒരു അമ്മയുടെ ടെൻഷൻ കാര്യങ്ങൾ തുടങ്ങിയ സംഭവങ്ങളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് ജാവേദ് ജാഫ്രിയാണ്. ജാവേദ് ജാഫ്രിക്ക് ഈ സിനിമയിലുള്ള റോൾ എന്ന് പറയാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, റീക്യാപ്പ് പോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് ഇതിൻ്റെ ഒരു പടത്തിൻ്റെ ഒരു സെക്കൻഡ് ആക്ടിലേക്ക് വരാൻ നേരത്തും മീസാൻ എന്ന് പറയുന്ന ജാവേദ് ജാഫ്രിയുടെ മകനാണ്. മീസാൻ ജാഫ്രിയുടെ ക്യാരക്ടർ വരുമ്പോൾ ഈ ക്യാരക്ടറിനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുക. അതായത് അവൻ അങ്ങനെയാണ്, ഭയങ്കര സൽസ്വഭാവിയാണ്, നല്ലതാണ്, എനിക്ക് ഇങ്ങനെ ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഈ ക്യാരക്ടർ ജാവേദ് ജാഫ്രിയുടെ ക്യാരക്ടർ പറയുന്നു. ഈ രീതിയിലുള്ള ഈ കൈൻഡ് ഓഫ് കോമഡിയും കാര്യങ്ങളൊക്കെയാണ് ജാവേദ് ജാഫ്രിയുടെ വരുന്നത്. സോ ആ ക്യാരക്ടർ ആക്ച്വലി ഈ പടത്തിന് വലിയ ഒരു ശരിക്കും ഈ പടത്തിന് ആവശ്യമുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുണ്ട്, പക്ഷേ ഒരു അനാവശ്യമായിട്ടുള്ള കുറേ സീക്വൻസ് ഒരു ആവശ്യമില്ലാതെ ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത്
മീസാന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മീസാൻ എല്ലാ പാർട്ട് 2 പടത്തിലും വരുന്ന ആളാന്ന് തോന്നുന്നു. മീസാന്റെ മെയിൻ പടമായിട്ടുള്ള യാരിയാൻ 2 പിന്നെ ഹംഗാമ 2, ഇപ്പോൾ ദേ പ്യാർ ദേ 2, ഇതുപോലെ ഒഫീഷ്യലായിട്ട് എല്ലാ സെക്കൻഡ് പാർട്ടിലും അഭിനയിക്കുന്ന ആളായിട്ട് മാറിയിട്ടുണ്ട്. വരിക കുറച്ച് മസിൽസ് ഒക്കെ സ്ട്രെച്ച് ചെയ്ത് കാണിക്കുക, ഗ്ലാമർ ആണെന്ന് കാണിക്കുക, ഒരു ടിപ്പിക്കൽ ആ ഒരു നമ്മൾ മറ്റേ കുച്ചു കുച്ചു ഹോത്ത ഹേലെ സൽമാൻ ഖാന്റെ പോലത്തെ റോളില്ലേ, അതായത് ഒരു എൻ ആർ ഐ മാപ്പിള എന്നൊക്കെ പറയുന്നത് തമിഴിൽ സിനിമകളിലൊക്കെ ഒരുപാടുണ്ട്. അങ്ങ് ആ രീതിയിലുള്ള ഒരു ടിപ്പിക്കൽ ക്യാരക്ടറായിട്ട് ഒതുങ്ങുമോ എന്ന് ചിന്തിക്കുന്നിടത്ത് വേറെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. പടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് മറ്റേ ദൃശ്യത്തിൽ, അതായത് അജയ് ദേവ്ഗന്റെ ദൃശ്യത്തിൽ മകളായിട്ട് അഭിനയിച്ച ആ കുട്ടിയുടെ പേര് ഇഷിത ദത്ത അങ്ങനെയൊന്നും വന്നു തോന്നുന്നു. ആ പുള്ളിക്കാരി ഇതിനകത്തുണ്ട്. അത് ശരിക്കും ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല, ഭയങ്കരമായിട്ട് ആള് തന്നെ മൊത്തത്തിൽ മാറിപ്പോയൊരു ഫീൽ ഉണ്ടായിരുന്നു. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ദൃശ്യത്തിലുണ്ടായിരുന്ന ആൾ ആ കുട്ടിയാന്ന് മനസ്സിലായത്. അപ്പോൾ പുള്ളിക്കാരിയുടെ പെർഫോമൻസ് നല്ലതായിരുന്നു. നല്ല കോമിക്, ദൃശ്യം എൻറ്റയർലി ഡിഫറെൻ്റ് ആണല്ലോ. ദൃശ്യത്തിൽ ഒരു കോമിക് സംഭവങ്ങൾ പോലും ഇല്ല. ഇതിൽ ഫുൾ പടം മൊത്തത്തിൽ പുള്ളിക്കാരി ആ ഒരു കോമിക് സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നത്, അതും കൊള്ളാമായിരുന്നു. ഈ സിനിമയുടെ ഗ്രാഫ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ഏജ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പാരൻസിൻ്റെയും ഇവരുടെ ആ രീതിയിലൊരു കോമഡി ആയിട്ട് പോയി. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരാൻ നേരത്ത് ഈ മീസാൻ ജാഫ്രി, അതായത് വേറൊരാൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഇടയിൽ പൊസസീവ്നെസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് ഒരു പക്ക ഡ്രാമയായിട്ട് ഈ പടം മാറുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഒരു ഫൈനൽ ആക്ടിന് തൊട്ട് മുമ്പ് പക്ക ഡ്രാമയായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓൾറെഡി ഇതുപോലുള്ള ഒരുപാട് പടങ്ങളുണ്ടല്ലോ, അതായത് ഈ കുടുംബത്തിനെ സമ്മതിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് DDLJ കാലം മുതലുള്ള എല്ലാ കാര്യങ്ങളും. ഇതിൽ DDLJയുടെ റെഫറൻസ് വരുന്നുണ്ട്. ഷാറൂഖ് ഖാൻ്റെ ഒരു സംഭവങ്ങളൊക്കെ വളരെ കോമിക്കലായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഡ്രാമയായിട്ട് പോകുന്ന പടം പിന്നെ ഫൈനൽ ആക്ടിലേക്ക് പോകുമ്പോൾ ഒരു കുറച്ച് രസകരമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ വരുന്നു. അത് ആക്ച്വലി ഭയങ്കര ഹിലേരിയസ് ആയിട്ടുള്ളതായിരുന്നു. അതായത് കുറച്ച് ഒരു ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല, ഒരു മീഡിയം ലെവലിലൊക്കെ പോകുന്ന പടം പിന്നീട് പക്ക ഡ്രാമയായിട്ടൊക്കെ പോകുന്നു. പിന്നെ ഒരു ടിപ്പിക്കൽ ആ ഒരു ഫാമിലി ഡ്രാമ രീതിയിലോട്ടൊക്കെ തന്നെ കൂപ്പൂത്തി പോകുമോ എന്ന് വിചാരിക്കുന്നിടത്ത് ആ ഒരു ഫൈനൽ ആക്ടിൽ ഒരു ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, വഴിത്തിരിവിനെയുള്ള ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവസാനിക്കുന്ന ഒരു പടമാണ്. സോ ഫോർ മീ എനിക്ക് ഫസ്റ്റ് പാർട്ട് തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം ഫസ്റ്റ് പാർട്ടിൽ ആ ഒരു തബു, അജയ് ദേവ്ഗൻ്റെ അവരുടെ ഒരു പെർഫോമൻസ് കാണാനുള്ള ഒരു രസമുണ്ടായിരുന്നു. ഇതിൽ മാധവൻ ഗംഭീരമാണ്. ആക്ടിങ് വൈസ് എല്ലാവരും ഓക്കെയാണ്. അജയ് ദേവ്ഗൻ അത്ര കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും പുള്ളിയെ ഫൈനൽ ആക്ട് ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളിയുടേതായിട്ടുള്ള ഒരു കോമിക് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് ഗംഭീരമായിട്ട് പോയിട്ടുണ്ട്. എന്നാൽ പോലും സ്റ്റിൽ എനിക്ക് ഫസ്റ്റ് പാർട്ടാണ് കൂടുതൽ ഇഷ്ടമായത്. എന്നാലും സെക്കൻഡ് പാർട്ട് ഒരിക്കലും മോശമാണെന്നല്ല, എന്നാലും ഒരു മസ്റ്റ് വാച്ച് അല്ലെങ്കിൽ ഗംഭീര പടം എന്ന് പറയത്തക്ക സംഭവങ്ങളൊന്നുമില്ല. ഒരു എബോ ആവറേജ് പടമാണ്, ഒരിക്കലും ആവറേജ് ലെവലല്ല, ഒരു എബോ ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരു കോമഡി ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എൻറ്റയർലി ഒരു കോമഡി പടമല്ല, ഹ്യൂമൻ ഇമോഷൻസിനൊക്കെ വില കൊടുക്കുന്ന ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ പോകുന്ന ഇമോഷണൽ ഡ്രാമ ആ രീതിയിലും സിനിമ വർക്ക് ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് കൊള്ളാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഫൈനൽ ആക്ടിന് തൊട്ട് മുമ്പുള്ള കുറച്ച് സമയം ഒരു പക്ക ഡ്രാമയായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അയ്യോ ഇതെന്താണ് ഇങ്ങനെയൊക്കെ പോകുന്നതെന്ന് നോക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടതെല്ലാം ഒന്നുമല്ല എന്നുള്ള രീതിയിൽ വേറൊരു രീതിയിൽ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലൈമാക്സ് ഉണ്ടല്ലോ, ക്ലൈമാക്സ് പോർഷൻസ് ഈ സിനിമയെ നല്ല രീതിയിൽ എലവേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എബോ ആവറേജ് ഔട്ടിംഗ് ആയിട്ട് മാറുന്നുണ്ട്. സോ ഡിസപ്പോയിൻറ്റഡ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു ദേ പ്യാർ ദേ 2.